ഹലോ ഗൈസ്, വെബ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ഡൽഹിയിലെ കരോൾ ബാഗിലാണ്. നമ്മളിതാ കണ്ടില്ലേ മലബാർ കാഴ്സ്, നമ്മൾ ഷംസ് ഖാൻ്റെ അടുത്ത് വന്നതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷംസ് ഖാൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഷംസ് ഖാൻ്റെ അടുത്ത് വന്നതാണ് കുറച്ച് വണ്ടികൾ പർച്ചേസ് ചെയ്യാനും ആക്സസറീസ് നോക്കാനൊക്കെ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടുന്ന് ഒരു 7 വണ്ടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ ആയിട്ടുണ്ട്. അതിൽ നമ്മളൊരു 2 ഫോർച്യൂണർ നോക്കിയിട്ടുണ്ട്. ഒരു 2016 മോഡലും 2017 മോഡൽ, അതായത് ഓൾഡ് ഷേപ്പും ന്യൂ ഷേപ്പും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഷംസ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വണ്ടികൾ കയറ്റി അയക്കുന്നത് ഷംസുഖയാണ്. അപ്പോൾ ഷംസ് ഖാൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതൊക്കെ ഉള്ളത്. ഷംസുഖ എന്തൊക്കെയാണ് പറയും എന്താണ്, അപ്പോൾ ഏത് വണ്ടിയാണ് കൂടുതൽ ഇവിടെ എൻക്വയറി ഉള്ളത്? ടയോട്ട വണ്ടികൾ, പിന്നെ പ്രീമിയം വണ്ടികൾ ആണല്ലേ. ടയോട്ട കൂടുതൽ എൻക്വയറി ഉള്ളത് ഇന്നോവ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഏകദേശം ഡൽഹി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ക്രിസ്റ്റ, ഫോർച്യൂണർ അങ്ങനത്തെ വണ്ടികൾക്ക് നല്ല എൻക്വയറി ഉണ്ട്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ടയോട്ടൻ്റെ വണ്ടികളാണ്. ആണല്ലേ. അൾട്ടീസും ഉണ്ടല്ലേ? അതേപോലെ ആൾട്ടീസ് ഒക്കെ ഉണ്ട്. വണ്ടികൾ പെട്രോളൊക്കെ ഇപ്പോൾ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ ആൾട്ടീസ് കിട്ടാൻ. അതുപോലെ ക്യാമറ ചെറിയ റേറ്റിന് ഉണ്ടല്ലേ? ഉണ്ട്. ക്യാമറയ്ക്ക് അടിപൊളി വണ്ടി 2012 വണ്ടികൾ കഴിഞ്ഞ കൊടുക്കുന്നത്. അപ്പോൾ ഫോർച്യൂണറാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർച്യൂണർ ഫോർച്യൂണർ സ്റ്റാർട്ടിംഗ് ഒക്കെ എന്താണ് റേറ്റ് വരുന്നത്? ഫോർച്യൂണർ ഇപ്പോൾ 2011 വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഏകദേശം 7 ലക്ഷത്തിൻ്റെ അടുത്ത്, 680 ആ ഒരു ലെവലൊക്കെ. പക്ഷേ അത് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഫുൾ ഒറിജിനലാണ്, ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്, സിംഗിൾ ഓണർ വണ്ടി. ഈ വണ്ടി ഇസുസുൻ്റെ ഈ വണ്ടി ഇതിപ്പോൾ വന്ന പുതിയൊരു കളക്ഷനാണ്. 2017 രജിസ്ട്രേഷൻ 18ആണ്. ഇത് സിംഗിൾ ഓണറാണ് വരുന്നത്, ബ്ലാക്ക് കളറിലാണ് വരുന്നത്, ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് 11,40,40,000 രൂപയാണ് ഇതിൻ്റെ ഫൈനൽ പ്രൈസ് വരുന്നത്. അങ്ങനെ അതേപോലെ ഇതൊരു 2015 മോഡലാണ്. E4 ആണ്. E4 അല്ല, G ആണ്. G വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 550 ഫൈനൽ പ്രൈസ്. 2014 ഫോർച്യൂണറാണ്. അത് സെക്കൻഡ് ഓണറാണ് വരുന്നത്. 1.50 ചില്ലാൻ ഓടിയത്, ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ 2018 Z ഓട്ടോമാറ്റിക് ടോപ്പൻ മോഡലാണ് വരുന്നത്. ഇത് ഏകദേശം ഒരു 1.10 ആ ലെവലാണ് വണ്ടി ഓടിക്കുന്നത്. സിംഗിൾ ഓണറാണ്, റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒറിജിനൽ പെയിൻ്റ് വണ്ടിയാണ്. ഇത് 2017 മോഡലാണ്. ഈ ഓപ്ഷനാണ് വരുന്നത്, സിംഗിൾ ഓണറാണ്, റീപ്ലേസോ കാര്യമൊന്നും വരുന്നത്. ഇത് വരുന്നത് ക്യാമറ ഹൈബ്രിഡ് ആണ് വരുന്നത്. 2014 മോഡൽ, സിംഗിൾ ഓണറാണ്. വെറും 39,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കും. ഇതിൽ വരുന്ന ഫോർച്യൂണർ 2017 മോഡൽ, അതും ടോപ്പൻ്റാണ്. 4x4 ആണ്, ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് വരുന്നത്, സിംഗിൾ ഓണറാണ്, ഫുൾ സർവീസ് റെക്കോർഡ്. അപ്പോൾ നമുക്ക് നല്ല വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും ഷംസ് ഖാൻ. എല്ലാവരും റീലും കാര്യങ്ങളും മാക്സിമം ചെക്ക് ചെയ്ത് കമ്പനിയിൽ വരെ കസ്റ്റമർക്കോട് നമ്മൾ പറയുന്നത് വേണേൽ കമ്പനിയിൽ വരെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. വേറെ വിഷയമൊന്നും. 2 നാൾ കൊടുക്കുന്ന നമ്മളൊരു ഗ്യാരണ്ടി തന്നെ കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും? ഇവിടെ നമ്മളിരുന്ന് വണ്ടി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേജർ ആക്സിഡൻറ്റിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്, ഫ്ലഡിന് കൊടുക്കാറുണ്ട്. പിന്നെ NOC കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ നോർമലി ചില RTOകളിലൊക്കെ നമുക്ക് പറയാമല്ലോ, UP, ഹരിയാന ഇതൊക്കെ പല സംസ്ഥാനങ്ങളിലുമായിട്ട് ഒരുപാട് RTO, കേരളത്തിലൊക്കെ കുറഞ്ഞ RTO, ഇവിടെ ഒരുപാട് RTO ഉണ്ട്. അപ്പോൾ ചില RTOകളിലൊക്കെ ഡിലേ വരാറുണ്ട്. അതൊക്കെ നോർമലി ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ലല്ലോ, നിങ്ങൾ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡീൽ ചെയ്യൂലേ? ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റി വിട്ടു കൊടുക്കുന്നു. മലബാർ കാർസിന്റെ ഗ്രൂപ്പ് തന്നെ ഏകദേശം 12 മലബാർ കാർസ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ഓരോന്നിലും 1800, 1900, 2000 ആളുകളുണ്ട് കമ്മ്യൂണിറ്റി. അപ്പോൾ ഏകദേശം 10-15,000 കൂടുതൽ ആളുകൾ മൊത്തം നമ്മളെ ഇതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ. പലരും ഇവിടെ വന്ന് നോക്കാണ്ട് ഷംസ് ഖാൻ്റെ ഒരു വിശ്വാസത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ വണ്ടി ഇവിടുന്ന് കയറ്റി വിടുമ്പോഴുള്ള ടൈമും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും? ബാംഗ്ലൂരാണ് കാര്യമായിട്ട് പോകുന്നത്. ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവും. അതിന് ചാർജ് കാര്യങ്ങൾ നമ്മൾ ഇവിടെയല്ല വാങ്ങുന്നത്, അവിടെയാണ് വാങ്ങുന്നത്. അതുപോലെ വണ്ടീൻ്റെ സൈസിനനുസരിച്ചാണ് 18, 20, 22, 24 അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് ഓരോ വണ്ടിക്ക്. നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് ഒരാഴ്ചയാണ് ടൈം പറയുന്നത്, ചിലപ്പോൾ 5 ദിവസം കൊണ്ട് എത്തുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ ഷംസ് ഖാൻ, താങ്ക് യു ഒരു ഇൻ്റർവ്യൂ തന്നതിന്. സന്തോഷം. ഓക്കെ. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുവെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കാറുണ്ട്. ഇത് നമ്മൾ കുറച്ച് കാറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പെടാത്ത കാറുകൾ കുറേ നമ്മളെ യാർഡിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.